ഹലോ ഫ്രണ്ട്സ്, കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതുവരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ മലയാള അക്ഷരവും ഹിന്ദി അക്ഷരവും കുഞ്ഞുങ്ങളെ എഴുതിക്കുന്നതിന് മുൻപ് അവരെ വരച്ചു പഠിപ്പിക്കേണ്ട പാറ്റേൺസ് ഏതൊക്കെയെന്നതാണ്. ഈ പാറ്റേൺസ് കുഞ്ഞുങ്ങളെ വരയ്ക്കുവാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എഴുതുവാൻ നല്ല എളുപ്പമായിരിക്കും. അക്ഷരങ്ങൾ എഴുതുവാൻ കൈ നന്നായി വഴങ്ങി വരും. 2.5 വയസ്സ് മുതലാണ് കുഞ്ഞുങ്ങൾക്ക് പാറ്റേൺ വരയ്ക്കുവാൻ നൽകേണ്ടത്. 2.5 വയസ്സ് കഴിഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും പാറ്റേൺ വരയ്ക്കാനായിട്ട് കഴിയും. 3.5 വയസ്സ് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ 3.5 വയസ്സ് മുതലാണ് കുഞ്ഞുങ്ങൾക്ക് ആൽഫബറ്റ്സ് അക്ഷരങ്ങളൊക്കെ എഴുതാനായിട്ട് കഴിയുന്നത്. അവരുടെ കൈയുടെ മസിൽ സ്ട്രോങ് ആവുന്നത് 3.5 വയസ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരാം. 3.5 വയസ്സ് മുതലാണ് സാധാരണയായി കുഞ്ഞുങ്ങൾ എഴുതി തുടങ്ങുന്നത്, അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്നത്. 3.25 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കുവാനാണ് നൽകുന്നത്. ഇപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് പാറ്റേൺ വരപ്പിച്ചു തുടങ്ങാം. കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനലിൽ തന്നെ പാറ്റേൺ റൈറ്റിംഗ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് പാറ്റേൺസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ്ഡ് ലൈൻ ഇങ്ങനെയുള്ള പാറ്റേൺസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അതുപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ എഴുതാൻ എളുപ്പമാണ്. ഇന്ന് പറയുന്നത് മലയാളവും ഹിന്ദിയും എഴുതി തുടങ്ങാനായിട്ട് കുഞ്ഞുങ്ങളെ വരച്ചു പഠിപ്പിക്കേണ്ട പാറ്റേൺസ് ഏതൊക്കെയെന്നുള്ളതാണ്. ആദ്യത്തെ പാറ്റേൺ ഞാൻ എഴുതുന്നത് പോലെയാണ്. ഇങ്ങനെ വരപ്പിക്കുന്നതാണ് ഒന്നാമത്തെ പാറ്റേൺ. രണ്ടാമത്തെ പാറ്റേൺ നാ തന്നെ മറിച്ചിടുന്നതാണ്. ഇതുപോലെ വരപ്പിക്കുന്നതാണ് രണ്ടാമത്തെ പാറ്റേൺ. മൂന്നാമത് കുഞ്ഞുങ്ങളെ രാ എഴുതുന്നത് പോലെ പാറ്റേൺ വരപ്പിക്കാം. നാലാമത് കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വരയ്ക്കാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വരയ്ക്കണമെന്നില്ല. കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ എങ്ങനെ വരപ്പിക്കാം എന്നത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതിനായിട്ടുള്ള 3 ടെക്നിക്കുകൾ വീഡിയോയുടെ അവസാനം പറയാം. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അഞ്ചാമതായിട്ട് ഈ റാ പോലെ എഴുതിയതിനെ തന്നെ ഇതുപോലെ താഴോട്ട്. ആറാമതായിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. ഏഴാമത് ഈ പാറ്റേൺ രാ പോലെ എഴുതിയ പാറ്റേൺ റൈറ്റിലോട്ടും. എട്ടാമതായിട്ട് രാ പോലെ എഴുതിയത് ലെഫ്റ്റിലോട്ടും വരപ്പിക്കുക. 9ാമത്തെ പാറ്റേൺ ആണ് റാ കഴിഞ്ഞ് വരയ്ക്കുക, റാ എഴുതിയിട്ട് വരയ്ക്കുക. ഇതുപോലെ നൽകുന്ന പാറ്റേൺ ആണ് അടുത്ത പാറ്റേൺ. 10ാമത്തെ പാറ്റേൺ ഇത് തിരിച്ചെഴുതുന്നത്. ഇതാണ് 10ാമത്തെ പാറ്റേൺ. 11ാമത്തെ പാറ്റേൺ നമ്മൾ ഗാ എഴുതുന്നത് പോലെയാണ്. ഇതാണ് 11ാമത്തെ പാറ്റേൺ. 12ാമത്തേത് റൈറ്റിൽ നിന്ന് തുടങ്ങി. 13ാമത്തേത് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങണം. ഇതാണ് 13ാമത്തെ പാറ്റേൺ. 14ാമത്തെ പാറ്റേൺ ഇതുപോലെ എഴുതുന്നതാണ്, ഇതുപോലെ വരയ്ക്കുന്നതാണ് 14ാമത്തെ പാറ്റേൺ. അപ്പോൾ ഈ 14 പാറ്റേൺസും കുഞ്ഞുങ്ങളെ വരയ്ക്കുവാനായി പഠിപ്പിക്കുക. ഇതെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കുവാനായി നൽകാം എന്നതാണ് അടുത്ത് ഞാൻ പറയുന്നത്. 2.5 വയസ്സ് കഴിഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും പാറ്റേൺസ് വരപ്പിച്ച് തുടങ്ങാം. കുഞ്ഞുങ്ങൾക്ക് എഴുതി തുടങ്ങുവാനായിട്ട് ഇങ്ങനെ പാറ്റേൺ വരപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഈ പാറ്റേൺ വരയ്ക്കുന്നത് എങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് നൽകാം എന്നതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ ഒരു സാധനം ഉള്ളതായിട്ട് കുഞ്ഞുങ്ങളോട് പറയാം. നിങ്ങൾ ഇവിടെ മുയലാവാം, മുയൽ ക്യാരറ്റ് എടുക്കാൻ പോകുന്നു എന്ന രീതിയിലായിട്ട് വരയ്ക്കുക. ഇവിടെ ഒരു മുയലാണ്,
ഇവിടെ ഒരു ക്യാരറ്റാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും പോവുക? മുയൽ എങ്ങനെയായിരിക്കും പോവുക? ചാടി ചാടിയാണ് അല്ലേ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഡോട്ടിന് പുറത്തുകൂടി കുഞ്ഞുങ്ങളോട് വരയ്ക്കാനായി പറയുക. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി നൽകാം. പാറ്റേൺ വരപ്പിക്കുന്നതിനായുള്ള ഒരു ആക്ടിവിറ്റി ഇങ്ങനെ നൽകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കാം. തേനീച്ച പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടെ ഗ്രീൻ ഡോട്ട്, ഇവിടെ ഗ്രീൻ ഡോട്ട്, ഇവിടെ റെഡ്, ഇവിടെ റെഡ്, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ മോഡലിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാം. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമതായിട്ട് ഇവിടെ സ്ക്വയർ വരയ്ക്കുക. ഇതുപോലെ സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചതിന് ശേഷം നിങ്ങൾ പാറ്റേൺ, ഏത് പാറ്റേൺ ആണോ കുഞ്ഞുങ്ങളെ വരപ്പിക്കുന്നത് ആ പാറ്റേൺ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ സ്ക്വയർ വരച്ചു കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. ഈ പാറ്റേൺ ഇതുപോലെ ഇവിടേക്ക് പകർത്താൻ പറയുക. ഈ പാറ്റേൺ ഇവിടെ ഇതുപോലെ അതതിൻ്റെ താഴെ ആ പാറ്റേൺ പകർത്താനായിട്ട് കുഞ്ഞുങ്ങളോട് പറയുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ്, ഇതിപ്പോ ഈ പാറ്റേൺ വലുതായിട്ട് ഇത്രയും വരച്ചു, ബാക്കി കുഞ്ഞുങ്ങളോട് വരയ്ക്കാനായിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങൾ വരച്ചോളും. ഇതുപോലെ കുഞ്ഞുങ്ങൾ വരച്ചോളും. പകുതി വരച്ചതിന് ശേഷം, വലുതായിട്ട് പകുതി വരച്ചതിന് ശേഷം ബാക്കി വരയ്ക്കുവാൻ കുഞ്ഞുങ്ങളോട് പറയുക. ബാക്കി കുഞ്ഞുങ്ങൾ വരച്ചോളും. അതുപോലെ തന്നെ വേറൊരു വഴിയാണ്, ഇവിടെ ഒരു മുയൽ ഇരിക്കുവാണ്. ഇവിടെ ഒരു മുയൽ ഇരിക്കുകയാണെന്ന് കരുതുക. ഇവിടെ ഒരു ക്യാരറ്റ് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ മുയലിന് ഈ ക്യാരറ്റ് എടുക്കാനായിട്ട് പോകണം. അതിനായിട്ട് നിങ്ങൾ ഡോട്ടിട്ട് വഴി കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങളോട് വഴി കാണിച്ചു കൊടുക്കാനായിട്ട് പറയാം. മുയൽ ഇതുവഴി വന്ന് ഇങ്ങനെ പോയി ക്യാരറ്റിൻ്റെ അടുത്തെത്തി. ഇങ്ങനെയും പാറ്റേൺ കുഞ്ഞുങ്ങളെ വരപ്പിക്കാം. വെഹിക്കിൾസ് പോകുന്നതായിട്ടും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പാറ്റേൺ വരപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ പാറ്റേൺ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ മലയാള അക്ഷരവും ഹിന്ദി അക്ഷരവും കുഞ്ഞുങ്ങൾക്ക് എഴുതുവാനായിട്ട് നല്ല ഈസി ആയിരിക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യം പ്ലേലിസ്റ്റിൽ പോയി പാറ്റേൺ റൈറ്റിംഗ് എന്ന വീഡിയോ കാണുക. അതിൽ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാദ്യം വരപ്പിക്കുക. അതിനുശേഷം ഇന്ന് പറഞ്ഞ പാറ്റേൺ വരപ്പിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്